കാണിക്കേണ്ട സമയപരിധിക്കുള്ളിൽ പോലും കണക്കുകൾ കാണിക്കാൻ കഴിയുന്നില്ല എന്ന കാര്യം തന്നെ കോടതി ചൂണ്ടിക്കാണിക്കുന്നു. വിശദമായ വിവരങ്ങൾ നൽകണമെന്ന കാര്യവും കോടതി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും ജൂൺ 30 മുമ്പ് ദിവസത്തിലെ സ്വർണ്ണമടക്കമുള്ള വസ്തുക്കളുടെ മൂല്യനിർണ്ണയം നടത്തണമെന്ന ഒരു നിർദ്ദേശമാണ് കോടതി ഇപ്പോൾ നൽകിയിരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും കോടതി കൃത്യമായി പരിശോധിച്ചു. അതിനുശേഷമാണ് ഈ വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നിയമാനുസൃത കാര്യങ്ങൾക്ക് ദേവസ്വം പണം ചെലവാക്കാൻ പാടുള്ളൂ എന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കണക്കുകൾ നൽകാത്തതിനാൽ ഓഡിറ്റ് നടപടിക്രമങ്ങൾ ഇരുട്ടിലാണ് എന്നാണ് ഹൈക്കോടതി പറയുന്നത്. നിയമാനുസൃത കാര്യങ്ങൾക്ക് ദേവസ്വം പണം ചെലവഴിക്കാൻ പാടുള്ളൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി ആവർത്തിക്കുകയും ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൃത്യമായി കൈമാറിയിട്ടില്ലെന്നാണ് ഓഡിറ്റ് വിഭാഗം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. 65 അക്കൗണ്ടുകൾ ഉള്ളതിൽ 37 എണ്ണവും സജീവമാണ്. അക്കൗണ്ട് വിവരങ്ങൾ കൈമാറാത്തത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നും ഓഡിറ്റ് വിഭാഗം ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. 10 ദിവസത്തിന് ശേഷം ഹൈക്കോടതി ഈ വിഷയം വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. ഇടയ്ക്ക് അതുവരെയുള്ള കാലഘട്ടത്തിൽ എന്തെല്ലാമാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്, ഈ കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കുന്നതിലും ഒപ്പം തന്നെ അത് പരിശോധിക്കുന്നതിലുമെല്ലാം തന്നെ എത്രമാത്രം സുതാര്യമായ നടപടിക്രമങ്ങളാണ് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി പരിഗണിക്കുകയും ചെയ്യും. ഇത്തരത്തിലെല്ലാം തന്നെയാണ് സ്വമേധയാ എടുത്ത കേസുമായി ബന്ധപ്പെട്ട് അത് പരിഗണിക്കുന്നതിനിടയിൽ, അത്തരത്തിലുള്ള കേസ് പരിഗണിക്കുന്നതിനിടയിൽ കോടതിയിൽ നിന്ന് പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകളിലെ പരാതികളിലാണ് ഹൈക്കോടതി ഇത്തരത്തിൽ സ്വമേധയാ ഒരു കേസ് എടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് കർശനമായി തന്നെയുള്ള ചില നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം ഉൾക്കൊള്ളിക്കുകയും ചെയ്തത്. രാഗി, ശരി ജിജീഷ്, ഗുരുവായൂർ ദേവസ്വത്തെ അതിശക്തമായ ഭാഷയിലാണ് ഹൈക്കോടതി വിമർശിച്ചത്. ഈ വാർഷിക റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്നതിൽ വലിയ ഗുരുതരമായ വീഴ്ച ഈ സംഭവത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതുകൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ജിജീഷ് കരുണാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ട്രെയിൻ യാത്രയ്ക്കിടെ അതിക്രമത്തിനിരയായ യുവതിയോട് സംസ്ഥാന സർക്കാരിന്റെ ക്രൂരത. കഴിഞ്ഞ വർഷം നവംബറിൽ വർക്കലയിൽ യുവതിയെ മദ്യപാനി ട്രെയിനിൽ നിന്നും തള്ളിയിട്ട സംഭവത്തിൽ തുടർ ചികിത്സയ്ക്ക് വഴിമുട്ടി നിൽക്കുകയാണ് കുടുംബം. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ നേരിട്ട് കണ്ട് സഹായം അഭ്യർത്ഥിച്ചുവെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് കുട്ടിയുടെ അമ്മ പരാതിപ്പെടുന്നത്. ആദ്യം അവരുടെ പ്രതികരണങ്ങൾ. മുഖ്യമന്ത്രിനെ കണ്ട് ഞാൻ കാര്യം പറഞ്ഞു, എന്റെ അവസ്ഥ കാര്യങ്ങളും പറഞ്ഞു. ആശയിൽ പോയി അപേക്ഷ കൊടുത്തു, അതിൻ്റെ ഇതെല്ലാം വാങ്ങിക്കൊടുത്തു, എല്ലാം ചെയ്തു. പക്ഷെ ആരും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. ഇങ്ങനൊരു അപകടം പറ്റിയപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണ്ടേ? ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണ്ടേ? ഇപ്പം നമ്മൾ മെഡിക്കൽ കോളേജിൽ ഉണ്ടായ സമയത്ത് മാത്രം ഞാൻ നേരിട്ട് പോയി ആദ്യം പോയപ്പോൾ പി എന്നെ കണ്ടത്. സാറിന്റെ പേര് എനിക്കറിയില്ല. സാറിനെ കണ്ടു, ഞാൻ അപേക്ഷ കൊടുത്തു, അതിന്റെ ഡീറ്റെയിൽസ് എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ പുള്ളിക്ക് എന്നെ മനസ്സിലായി, എന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ അക്ഷയയിൽ വന്ന് എല്ലാം ചെയ്തത്. രണ്ടാമത് ഞാൻ പോകുമ്പോൾ, അതായത് ഈ മാസം ആദ്യത്തെ വീക്ക് ഞാൻ പോകുമ്പോൾ സാറിനെ ഡയറക്റ്റ് കണ്ടു. ഡയറക്റ്റ് കണ്ട് സാറിന്റെ കയ്യിലാണ് ഞാൻ പേപ്പർ കൊടുത്ത് പറഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് ആരും എന്നെ വിളിച്ചിട്ട് ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. പ്രേക്ഷകർ മറന്നു കാണില്ല, വർക്കലയിൽ അന്ന് ട്രെയിൻ യാത്രയ്ക്കിടെ ഒരു മദ്യപാനി ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് പിടിച്ചു തള്ളിയിട്ട സംഭവം. എന്തായാലും സതീശൻ അത് മറന്നാലും പൊതുസമൂഹം അത് മറന്നിട്ടില്ല. ഈ കുട്ടിയുടെ അമ്മ നേരിട്ട് വി.ഡി. സതീശനെ കാണുന്നു, അവിടെ എത്തി അദ്ദേഹത്തോട് തന്റെ വേവലാതികൾ പറയുന്നു. പക്ഷേ അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. ശിവദാസ്, എന്തൊരു ദുരിതമാണ് ആ കുട്ടിയുടെ ജീവിതം. അതായത് ആ കുടുംബത്തെ പോലും വല്ലാത്തൊരു വ്യഥയിലേക്കാണ് നമ്മുടെ സർക്കാർ തള്ളിവിട്ടിരിക്കുന്നത്. നേരിട്ട് കണ്ട് പരാതി പറഞ്ഞു, എന്നിട്ടും അനങ്ങിയില്ലല്ലോ ശിവദാസ്. തീർച്ചയായും അതാണ് കുട്ടിയുടെ ആ അമ്മ പറയുന്ന, അതാണ് ഇപ്പോൾ അവരുടെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. അതായത് ഏറെ മാസങ്ങളായി ഇപ്പോൾ ആ കുട്ടിയുടെ ചികിത്സയുമായി മുന്നോട്ട് പോവുകയാണ് ആ കുടുംബം. പക്ഷേ ഇപ്പോഴും ആ പെൺകുട്ടി, 19-കാരിയായിട്ടുള്ള ആ പെൺകുട്ടി ഇപ്പോഴും സാധാരണ ജീവിതത്തിലേക്ക് എത്തിയിട്ടില്ല. നടക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആയുർവേദ ചികിത്സയിലാണ് ആ കുട്ടി ഉള്ളത്. പക്ഷെ അവർക്ക് ഈ ഒരു സാമ്പത്തികമായുള്ള ഈ ചിലവ് സഹിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതിനകം തന്നെ ലക്ഷങ്ങൾ അവർക്ക് ചിലവായിട്ടുണ്ട് ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി. ഇനിയും അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തിക സഹായം ആവശ്യമാണ്, സർക്കാരിന്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ പ്രതിനിധികളെ അവർ നേരിട്ട് പോയി കണ്ടിരുന്നു. മുഖ്യമന്ത്രിയെ അടക്കം അവർ നേരിട്ട് കണ്ടിരുന്നു. മുഖ്യമന്ത്രി സഹായിക്കാം എന്ന് പറഞ്ഞെങ്കിലും പൂർണ്ണമായും കൈയൊഴിയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് മാസം ആയെങ്കിലും ഇപ്പോഴും ഈ കുടുംബത്തിനെ ഒരു തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് കുട്ടിയുടെ അമ്മ പറയുന്നത്. കാരണം ലക്ഷങ്ങൾ ഈ കുട്ടിയുടെ
ചികിത്സയ്ക്ക് വേണ്ടി ഇനിയും വേണം. കുട്ടിക്ക് കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഓർമ്മ കുറവുമുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആയുർവേദ ചികിത്സയിലൂടെ അത് മാറും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ കുടുംബം ഉള്ളത്. പക്ഷേ ആ കുടുംബത്തിന് ഒരു വരുമാനം ഇല്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനത്തിലൂടെയുള്ള സഹായം മാത്രമാണ് അവർക്കൊരു ആശ്രയം. നേരത്തെ സർക്കാർ കൃത്യമായി തന്നെ അവരെ പരിഗണിക്കും, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യും, അവരുടെ ചികിത്സ പൂർണ്ണമായും ഏറ്റെടുക്കും എന്ന് പറഞ്ഞിരുന്നു. മുൻപുള്ള LDF സർക്കാർ അത് പറഞ്ഞിരുന്നു. അതിനുശേഷം UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് കണ്ടും ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നു. അതോടൊപ്പം സർക്കാർ അത് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ ഒരു കാര്യം. എന്തായാലും ആ കുടുംബം ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. രാഖി, ശരി ശിവദാസ്, എന്തായാലും വല്ലാത്ത ദുരിതത്തിലാണ് കുടുംബം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറക്കണം എന്നുള്ളതാണ് അവരുടെ വലിയൊരു അഭ്യർത്ഥന. ശിവദാസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കസ്റ്റഡി മർദ്ദന ആരോപണം ഉയർന്ന കുണ്ടറയിലെ സിയാദിന്റെ ഭരണത്തിൽ പോലീസിന് വൻ വീഴ്ചകൾ. സിയാദിനെ കസ്റ്റഡിയിലെടുക്കാൻ പരാതിക്കാരിയായ പെൺകുട്ടിയെ പോലീസ് ജീപ്പിൽ കൊണ്ടുപോയത് വനിതാ പോലീസ് ഒപ്പമില്ലാതെ. സിയാദിനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ SI അതുൽ യൂണിഫോമിൽ ആയിരുന്നില്ല എന്നും കണ്ടെത്തൽ. സിയാദിന്റെ മരണം ക്രൈംബ്രാഞ്ച് DYSP അന്വേഷിക്കും. ആദ്യം ആ നിർണായകമായ പ്രതികരണത്തിലേക്ക്. ഞാനും ശ്രീജി സാറും അതുൽ സാറും പിന്നെ ഒരു ഡ്രൈവറും, വേറെ ഇല്ലില്ല. 12 മണി മർദ്ദിച്ചിട്ട് ശേഷം സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോഴെന്തായിരുന്നു സിയാദ് പറഞ്ഞത്? എന്തായിരുന്നു സിയാദ് പറയുന്നത്? അപ്പോഴും സിയാദ് പറയുന്നത് സിയാന് വയ്യാന്നുള്ള കാര്യം സിയാദ് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊന്നും അങ്ങനെ ഇടിക്കല്ലേ സാർ, അടിക്കുന്ന എന്തിനാണ് ആദ്യമേ ചോദിച്ചു സിയാദ്. അപ്പോഴേ സാറിങ്ങനെ പറഞ്ഞു, കൊച്ചിനെ കാണുന്നില്ല, നിനക്ക് അവനെവിടെ പോയെന്നറിയെങ്കിൽ പറ, അങ്ങനെ ഓരോന്ന് ഇങ്ങനെ സാറ് ചോദിച്ചുകൊണ്ടിരുന്നിട്ട് അടിച്ചത്. അതുമല്ല അത് കഴിഞ്ഞിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യം അവന്റെ പറ്റി അറിഞ്ഞ ഓരോ കാര്യങ്ങളും സിയാന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക. എല്ലായിടത്തും ചോദിക്കുന്നുണ്ട്, പൊതുവെ അവനെ പറ്റി അറിയാവുന്ന എല്ലായിടത്തും ചോദിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ സിയാന്റെ അടുത്തും ചോദിച്ചത്. മൃഗങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഞാൻ മനസ്സിലാക്കുന്നത് ആ പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടിയെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടു പോകുമ്പോൾ സ്വാഭാവികമായും വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വേണം. അതുണ്ടായിരുന്നില്ല. ഇനി സിയാദിനെ കസ്റ്റഡിയിൽ എടുക്കുമ്പോഴാകട്ടെ അതുൽ, അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ അതുൽ, അദ്ദേഹം യൂണിഫോമിലുമായിരുന്നില്ല, SI ആണ് അതുൽ. വളരെ ഗുരുതരമായ അനാസ്ഥ, കുറ്റകരമായ അനാസ്ഥയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ആദ്യം ആ പെൺകുട്ടി എന്താണ് പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായും ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ പോലീസിന്റെ ഭാഗത്ത് നിന്നും സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം പരാതിക്കാരിയായ പെൺകുട്ടിയുടെ പ്രതികരണം അത്തരത്തിൽ തന്നെയാണ്. അർദ്ധരാത്രി ഒരു പരാതിയുമായി ബന്ധപ്പെട്ട സ്റ്റേഷനിലെത്തി. തുടർന്ന് പ്രതി എന്ന ആരോപണ വിധേയനായിട്ടുള്ള ഒരാളെ ജീപ്പിൽ കയറ്റുന്നതോടൊപ്പം തന്നെ ഈ പരാതിക്കാരിയും വനിതാ പോലീസിന്റെ സാന്നിധ്യമില്ലാതെ ജീപ്പിൽ കയറ്റുകയും തുടർന്ന് യാത്ര ചെയ്യുകയും ചെയ്തു. ഇതിനിടയിലാണ് ഈ സിയാദിനെ മർദ്ദിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ പെൺകുട്ടി പറയുന്നത്. അത്തരത്തിൽ ആരോപണ വിധേയനായിട്ടുള്ള ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ജീപ്പിൽ വെച്ച് മർദ്ദിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അദ്ദേഹത്തെ പിറ്റേ ദിവസം കസ്റ്റഡിയിൽ നിന്ന് വിടുകയും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്യുകയും അതിനുശേഷം 38 ദിവസം കഴിഞ്ഞാണ് ഈ സിയാദ് മരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കുടുംബം ആരോപിക്കുന്നത് പോലീസിന്റെ മർദ്ദനത്തിലാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നത്. അതിനുശേഷമാണ് സിയാദ് മരണപ്പെടുന്നതെന്നാണ്. എന്തായാലും സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ റൂറൽ SP അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുകയും ക്രൈംബ്രാഞ്ച് DSP സംഭവം അന്വേഷിക്കുകയും ചെയ്യും. എന്തായാലും സിയാദിന്റെ മരണവുമായി ബന്ധപ്പെട്ട പോലീസിനെതിരെ ഉയർന്നു വരുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അത് തന്നെയാണ് കുടുംബം പറയുന്നത്. സിയാദിന്റെ മരണത്തിൽ നീതി കിട്ടുന്നതുവരെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ ഭാര്യയടക്കം പറയുന്നത്. ശരി മനോജ്. വീട്ടുമുറ്റത്തെത്തുന്ന കാട്ടാനകളെ ഭയന്ന് പുറത്തിറങ്ങാൻ പോലും സാധിക്കാതെ പൊറുതിമുട്ടിയിരിക്കുകയാണ് നിലമ്പൂർ എടക്കര അറനാടൻ പാടത്തുകാർ. വനാതിർത്തിയിലുള്ള ഗ്രാമത്തിലാണ് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ആനകൾ എത്തുന്നത്. ശിവദാസ് കർമ്മനം ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി. ശിവദാസ് പറയും. രാഖി, വലിയൊരു പ്രയാസത്തിൽ തന്നെയാണ് ഈ നിലമ്പൂർ എടക്കര അറനാടൻ പാടത്തുള്ള പ്രദേശവാസികൾ. കാരണം നിത്യേന എന്നോണം കാട്ടാനകൾ അവരുടെ വീട്ടുമുറ്റത്ത് പോലും ഇങ്ങനെ സഞ്ചരിക്കുന്നതാണ് അവരുടെ ജീവിതത്തെ വലിയ പ്രതിസന്ധിയിലാക്കുന്നത്. പലപ്പോഴും അവർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. കരിയമുരിയം വനാതിർത്തിയിലുള്ള അന്നാടൻപാടം ഗ്രാമത്തിലുള്ള ആളുകൾക്കാണ് ഇത്തരത്തിൽ വലിയൊരു ബുദ്ധിമുട്ട് ഉള്ളത്. കാരണം ഇത് ഒരു വന മേഖലയോട് ചേർന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ കാട്ടാനകൾ നിരന്തരമായി ഈ മേഖലയിലേക്ക് വരുന്നു. പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ
ഭാഗങ്ങളിലൊക്കെ തന്നെ നിരവധി വീടുകൾ ഉണ്ട്. ആ വീടുകളുടെ മുറ്റത്തേക്ക് വരെ ഇങ്ങനെ പകൽ സമയങ്ങളിൽ പോലും കാട്ടാനകൾ വരുന്നുണ്ട്. ഇത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. കുട്ടികൾക്ക് സ്കൂളുകളിലേക്ക് പോലും പോകാൻ കഴിയാത്ത, ആളുകൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത